ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഒരു നാടൻ ചക്കക്കുരു മാങ്ങ മുരിങ്ങക്ക കറിയുടെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ കാണാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചക്കക്കുരു മാങ്ങയും മുരിങ്ങക്കായൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോയാലോ. ഫസ്റ്റ് തന്നെ ഞാൻ ചക്കക്കുരു തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നീളത്തിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. ഞാൻ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത ചക്കക്കുരു ആണിത്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ കുക്കറിലാണ് ചക്കക്കുരു കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം ഞാൻ കുക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുക്കറിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 1 ടീസ്പൂൺ സോൾട്ടും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് നമുക്കൊന്ന് വിസിലടിച്ചെടുക്കാം. ഒരു 2 വിസിലൊക്കെ വരുമ്പോഴത്തേക്കും ചക്കക്കുരു വെന്ത് കിട്ടും കേട്ടോ. കറിയിൽ ചക്കക്കുരു നന്നായിട്ട് ഉടച്ച് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഒരു 3 വിസിൽ 4 വിസിലൊക്കെ കേൾക്കുമ്പോൾ ഓഫ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ കറിയിൽ ഉടച്ച് ചേർക്കുന്നില്ല, എനിക്ക് ഉടയ്ക്കാത്തതാണ് ഇഷ്ടം. ചക്കക്കുരു വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് മാങ്ങയും മുരിങ്ങക്കായൊക്കെ കട്ട് ചെയ്തെടുക്കാം. എൻ്റെ കയ്യിൽ ചക്കക്കുരു കുറവായതുകൊണ്ടാട്ടോ ഞാനൊരു സവോള കൂടി എടുത്തിരിക്കുന്നത്. സവോള ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഈ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗൾ ചിരകിയ തേങ്ങയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടി അധികം ഈ കറിയിൽ യൂസ് ചെയ്യുന്നില്ല കേട്ടോ, പച്ചമുളകാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ നമ്മുടെ മാങ്ങയും മുരിങ്ങക്കായൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. മുരിങ്ങക്കായ ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പച്ചമുളകും സവോളയും എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മാങ്ങയ്ക്ക് പുളി കൂടുതലാണെങ്കിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ പുളി കുറഞ്ഞു കിട്ടും കേട്ടോ. എൻ്റെ മാങ്ങയ്ക്ക് അധികം പുളിയില്ല, അതുകൊണ്ട് ഞാൻ വെള്ളത്തിലൊന്നും ഇട്ടിട്ടില്ല. ഞാനിവിടെ 4-5 പച്ചമുളക് കൂടി കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതുപോലെ 2 പച്ചമുളക് അരയ്ക്കാനായിട്ട് തേങ്ങ അരയ്ക്കുമ്പോൾ ഇടാനായിട്ടും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എരിവിൻ്റെ അനുസരിച്ച് നമുക്ക് പച്ചമുളക് എടുക്കാം. നമ്മൾ മുളക് പൊടി കറിയിൽ അധികം യൂസ് ചെയ്യുന്നില്ല. അതുപോലെ മല്ലിപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടി മാത്രമേ നമ്മൾ യൂസ് ചെയ്യണുള്ളൂ കേട്ടോ. പിന്നെ താളിക്കാൻ ആവശ്യമായ കൊച്ചുള്ളിയും വറ്റൽമുളകും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചക്കക്കുരു വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2 വിസിലടിച്ചപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പം നമ്മുടെ ചക്കക്കുരു പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ കറിയിൽ ഉടച്ച് ചേർക്കുന്നില്ല കേട്ടോ. ഉടച്ച് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് അത് ഉടച്ച് ചേർക്കാം. ഇനി നമുക്ക് മാങ്ങയും മുരിങ്ങക്കായും ഒക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. മൺചട്ടിയിലോട്ട് മാങ്ങയും മുരിങ്ങക്കായും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് സോൾട്ടും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒത്തിരി വെന്ത് ഉടഞ്ഞു പോവാത്ത രീതിയിൽ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. മല്ലിപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മാത്രമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഒരുപാട് മല്ലിപ്പൊടി നമ്മൾ ഈ കറിയിൽ യൂസ് ചെയ്യുന്നില്ല. അതുപോലെ 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. കുക്കായി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ തേങ്ങാരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് തേങ്ങയും 2 പച്ചമുളകും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിൻ പേസ്റ്റായി അരച്ചെടുക്കാം. അപ്പം നമ്മുടെ തേങ്ങാരപ്പ് നല്ല തിൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വെജിറ്റബിൾസൊക്കെ കുക്കായി ഒന്ന് നോക്കാം. മാങ്ങയും മുരിങ്ങക്കായൊക്കെ നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും വെന്താൽ മതി, ഒത്തിരി വെന്ത് ഉടഞ്ഞു പോകണ്ട. അപ്പം നമുക്ക് ഇതിലോട്ട് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഗ്യാസ് നമുക്ക് ലോ ഫ്ലെയിമിലാക്കി ഇടാം കേട്ടോ, അല്ലെങ്കിൽ ഒത്തിരി വെന്ത് ഉടഞ്ഞു പോകും. ചക്കക്കുരു കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇനി അതിലോട്ട് നമ്മുടെ തേങ്ങാരപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ കറിയിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാരപ്പ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കറി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ചേർക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ സമയത്ത് കറിയുടെ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നമ്മുടെ കറി ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം.
അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കരുത് കേട്ടോ. തേങ്ങാരപ്പ് ചേർത്ത് നമ്മൾ ഒത്തിരി നേരം തിളപ്പിക്കരുത്. അപ്പോൾ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും. ഒരു അത്യാവശ്യം നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കറി ഓഫ് ചെയ്യാം. കറി ഓഫ് ചെയ്തിട്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഒരിതള് പച്ച കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ കറിവേപ്പില ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കറിക്ക്. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. കറി ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ പച്ചക്കറിവേപ്പില ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് കറി ഒന്ന് താളിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3-3.5 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. ചക്കക്കുരു മാങ്ങയൊക്കെ കറി വയ്ക്കുമ്പോൾ നമ്മൾ കോക്കനട്ട് ഓയിൽ തന്നെ ചേർക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. ഇനി നമുക്ക് അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കടുകാണ്. ആവശ്യത്തിന് കടുക് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാവരും കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. കൊച്ചുള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിലോട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കാച്ചി ഒഴിക്കാം. ഇങ്ങനെ മുളക് പൊടി ചേർത്ത് കാച്ചി ഒഴിക്കുമ്പോൾ കറിക്കൊരു പ്രത്യേക ഭംഗിയും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്കക്കുരു മാങ്ങ മുരിങ്ങക്ക കറി റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ചോറിന് ഈ ചക്കക്കുരു മാങ്ങയും കറി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചോറിന് വേറെ ഒന്നും വേണ്ട. അത്ര ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഈ രീതിയിൽ ചക്കക്കുരു മാങ്ങയും കറി വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.